ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് പ്രിയ കർത്താവിൻ്റെ ദാസൻ രാജു ഫിലിപ്പാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ദൈവത്തിന്റെ കൃപയാൽ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നു കർത്താവിന്റെ ദാസി. താങ്ക് യു. ഓക്കെ. കർത്താവിൻ്റെ ദാസനെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നപ്പാ. ഹല്ലേലൂയ. അപ്പാ, നെറ്റ്വർക്കിനെയും ഹല്ലേലൂയ കാലാവസ്ഥയെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരുവാൻ, അനേക ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസവുമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. ഞങ്ങളുടെ ദാസന ദൈവം ബലപ്പെടുത്തിയാട്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട്. നമ്മുടെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ദാസനെ ജീവിതാനുഭവങ്ങളെ ദൈവദാസന് ഷെയർ ചെയ്യാം. ഓക്കെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച കർത്തുദാസി ജോയ്സസ് എന്നായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ സ്നേഹാദരവുകൾ പ്രിയപ്പെട്ട കർത്തുദാസിക്ക് ഞാൻ കർത്താവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. അനേകർക്ക് എളിയവന്റെ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. ആദ്യമായി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പാസ്റ്റർ രാജു ഫിലിപ്പാണ്. ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കോന്നിക്കടുത്ത് കൊല്ലൻപടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്നത്. ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനാണ്. ചർച്ചുകളില്ല, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കർത്താവിൻ്റെ നാമം ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭാര്യ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോനും അവൻ്റെ വൈഫും ഇവിടെയുണ്ട്. അവർ സൗദിയിലായിരുന്നു. മോനൊരു കുഞ്ഞുണ്ടായി. കഴിഞ്ഞ മാസമായിരുന്നു എൻ്റെ മകളുടെ വിവാഹം. അവര് UK ആയിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് അവിടെ പോയി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഞാനതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അതാണ് എൻ്റെ അനുഭവങ്ങൾ. ഓക്കെ സിസ്റ്ററെ, താങ്ക് യു. തുടർന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ. ദേവദാസന്റെ കുടുംബവിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. ഇനിയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നതും കർത്താവിൻ്റെ വേലയിലായതും കർത്താവിൻ്റെ ദാസന്റെ ചെറുപ്പകാലങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ ആത്മീക ജീവിതത്തിനും അവരുടെ അറിവിന് വേണ്ടി ദൈവദാസന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആദ്യമേ ഞാൻ ഒരു വാക്യം സ്റ്റാർട്ടിങ് പറഞ്ഞിട്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ, എൻ്റെ ബാല്യകാലം, ജോലിയോടുള്ള ബന്ധത്തിൽ, ഇപ്പോൾ ആയിരിക്കുന്ന കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ വളരെ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവമാണ് എല്ലാം നന്മയ്ക്കായി ചെയ്യട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഞാനൊരു ആത്മീയ സന്ദേശം കൂടെ പറയാം. ഈ ഡിവൈസിൽ പങ്കുചേരുന്ന അനവധി പ്രിയപ്പെട്ടവർ ഇതിനകത്ത് പങ്കുചേരുന്നുണ്ട്. അവർക്ക് തുടർന്നുള്ള അവരുടെ ആത്മീയ ജീവിതത്തിൽ ഈ വാക്യം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മേൽ എറിയുക. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ താലന്തുകൾ അനേകർക്ക് ഷെയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അത് എറിയുമ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ വിതച്ചത് നമുക്ക് മടങ്ങി വരും. അനേക ആത്മാക്കളെ ലഭിക്കും. അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു. ഇത് നമ്മുടേതായ ഒരു കാര്യവുമല്ല. നമ്മൾ പറയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത രക്ഷകൻ യേശുക്രിസ്തു ഓരോ ജീവിതങ്ങളെ ഓരോ കാലയളവിൽ എഴുന്നേൽപ്പിച്ച് ആമേൻ കർത്താവിൻ്റെ പരിശുദ്ധ നാമം അനേകരെ അറിയിപ്പാൻ ആരും നശിച്ചു പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങൾ, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കാൽവറിയിൽ ചൊരിയപ്പെട്ട ആ സ്നേഹം, അതാണ് ഈ സൂം മീറ്റിങ്ങിനെ ഞാൻ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അന്ത്യകാലമാണ്. ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഈ സാക്ഷ്യങ്ങൾ, ഈ പ്രബോധനങ്ങൾ, ഈ ചിന്തകൾ അനേകർ പാപത്തിൻ്റെയും മറ്റു രീതിയിൽ പോകുമ്പോൾ അവരെ
ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമെന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ, ഇവിടെ വിതയ്ക്കുന്ന വിത്തുകൾ, സാക്ഷ്യങ്ങൾ നമ്മുടെ മനുഷ്യൻ നമ്മളെ സ്വന്തമായി ഉയർത്തുകയൊന്നുമല്ല. യേശു ക്രിസ്തുവിന്റെ നാമം, യേശുവിനെ ഉയർത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ. നമ്മുടെ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല. ഞാൻ ഇത്ര ഡിവൈസ് ചെയ്ത് ഇത് ചെയ്തൊന്നുമല്ല. യേശു കർത്താവ് വരാറായി അനേകരെ ഒരുക്കുന്ന ഒരു സ്റ്റേജായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബാല്യകാലത്തിലേക്ക് വരാം. എനിക്ക് നല്ല ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അവർ കർഷകരായിരുന്നു. കർഷകരുടെ അനുഭവങ്ങൾ അറിയാമല്ലോ. പറമ്പിലെ ജോലി ചെയ്ത് അങ്ങനെ കുഞ്ഞുങ്ങളെ, പണ്ടത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ഒത്തിരി ഉണ്ട്. അവരെയൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. അവർ കഠിനാധ്വാനം ചെയ്യും. അപ്പൊ ഞാനൊരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എൻ്റെ ജനനം. അപ്പോൾ മാതാവും പിതാവും രാവിലെ 4:30-5 മണിക്ക് എഴുന്നേറ്റ് അവര് സ്തുതിഗീതങ്ങൾ പാടി പ്രാർത്ഥിച്ച് വചനമൊക്കെ വായിക്കുന്നവരാണ് മർത്തോമക്കാർ. നല്ലൊരു മാതാപിതാക്കളെ കിട്ടി. എങ്കിലും ആമേൻ ജീവിതാനുഭവത്തിൽ വന്ന് ആമേൻ കർഷകരായിരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ പഠനം വലിയ ക്ലേശങ്ങൾ, വീടില്ല, ചെറ്റമേഞ്ഞ വീട്, തറ ചാണകം കൊണ്ട് മെഴുകിയ വീട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആമേൻ. ആ അനുഭവങ്ങൾ നമ്മളെ പ്രാർത്ഥനയിൽ കൂടി ദൈവത്തെ അറിയേണ്ട സമയത്ത് അറിഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ അടർത്തി മാറ്റി ഈ സത്യസുവിശേഷം എടുക്കുവാൻ, യേശുക്രിസ്തുവിനെ ഉയർത്തുവാനൊക്കെ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അപ്പച്ചന് കടഭാരങ്ങളൊക്കെ വന്നപ്പോൾ ഉള്ള വസ്തുവൊക്കെ വിറ്റിട്ട് ഞങ്ങൾ മലമ്പ്രദേശത്ത് പോയി, തേക്കുതോട് തണ്ണിത്തോട് പ്രദേശങ്ങളിൽ പോയി, ഇവിടുന്ന് കോന്നിന്ന് വിറ്റിട്ട് അവിടെ പോയി. അപ്പൊ അവിടെ ചെന്ന് പിന്നെയും വസ്തു കൂടുതൽ കിട്ടി. അങ്ങനെ മക്കളെയൊക്കെ വളർത്തി വളരെ ഞെരുക്കത്തിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഞാൻ പഠനത്തോടുള്ള ബന്ധത്തില് സ്തോത്രം, എനിക്ക് 4 സഹോദരിമാരാണ്, ഒരു അനുജനുണ്ട്. എനിക്ക് മൂത്ത 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരാൾ 2.5 വയസ്സിലും ഒരാൾ 1 വയസ്സിലും മരിച്ചുപോയി. പിന്നെ വന്ന പെൺകുഞ്ഞുങ്ങൾ. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് വലിയൊരു ദുഃഖം, ഒരു കുടുംബം നിലനിർത്തണമെങ്കിൽ ഒരു ആൺകുഞ്ഞ് വേണം. അങ്ങനെ എന്നെ പ്രഗ്നൻസി ആയപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, കർത്താവേ ഇതിനെ നശിപ്പിക്കരുത്, ആമേൻ, ഇത് കർത്താവിന് വേണ്ടി ഇതിനെ ഞാൻ കൊടുക്കുകയാണ്, ഒരു കേടും കൂടാതെ എനിക്ക് കുഞ്ഞിനെ തരണം. അമ്മ അന്ന് അങ്ങനെ നേർന്നുണ്ടായ ഒരു മകനാണ്. അന്ന് മർത്തമായി നിൽക്കുമ്പോൾ അന്നും അറിയത്തില്ല ഒരു കുഞ്ഞിനെ വേണമെന്ന ചിന്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ വളരെ അഭിമാനിക്കുന്നു. ആമേൻ. ഓക്കെ, ഒരു നേർന്ന പിള്ള ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ദൈവം എൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തി എനിക്ക് പഠിക്കുവാനൊക്കെ ക്രമീകരണം നൽകി. 1984 80 81 82 കാലയളവിൽ ഞാൻ SLC 79 എഴുതി. പിന്നെ ITI എടുത്ത് പഠിച്ച് ഇലക്ട്രിക്കൽ എടുത്ത് വെളിരാജ്യങ്ങളിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം. എനിക്കെന്നാൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്ത്യൻ ആർമിയിൽ ചേരണം. എൻ്റെ ഹൃദയം ഒരു പട്ടാളക്കാരനാകുമ്പോൾ അവൻ നല്ല സെറ്റപ്പാണ്, തോക്കുണ്ട്, മറ്റ് ആ ചെറുപ്പത്തിലെ ആഗ്രഹം ഒരു ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു. അങ്ങനെ ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡ് എടുത്ത് ഞാൻ ITI എടുത്തിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി, പഞ്ചാബിലേക്ക് പോയി. എൻ്റെ ആദ്യ അനുഭവം SLC പാസ്സായി ITI എടുത്ത് അവിടെ പോയി ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്ത് ഇലക്ട്രിക്കൽ. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ അവിടെ പഞ്ചാബിൽ ബെറ്റിൻഡ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സഹോദരിമാരൊക്കെ അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന. അപ്പോൾ ഒരു ചർച്ചിൽ പോയി അവിടുത്തെ. അങ്ങനെ വന്നപ്പോൾ ഒരു മേജർ ആ ചർച്ചിൽ വന്നു, ഒരു മലയാളി ചങ്ങനാശ്ശേരിക്കാരൻ. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ പെങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു ഈ മോനെ ഒരു ജോലിയൊക്കെ വേണം, ചർച്ചിലെ മെമ്പേഴ്സ് ആവും പറയാൻ പറ്റുമല്ലോ. എന്താ പ്രശ്നം, ഈ കുഞ്ഞിനെ കൂടെ ഒന്ന് പട്ടാളത്തിൽ ചേർന്നാലാണ്. ഓക്കെ, നോ പ്രോബ്ലം. അവൻ്റെ ബയോഡേറ്റ സർട്ടിഫിക്കറ്റ് തന്നാൽ ഞാൻ ഏറ്റവും മേജറും. ഞാൻ വലിയ സന്തോഷം. അങ്ങനെ ഞാൻ ജലന്ത് ഫിരോസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് അതിൻ്റെ ആദ്യ കാര്യങ്ങൾ, അതിൻ്റെ ക്രമീകരണത്തിനൊക്കെ പോയി ഞാൻ സെലക്ഷനായി. പിന്നെ നടന്ന സംഭവം, എൻ്റെ അപ്പനും അമ്മയ്ക്കും പട്ടാളത്തിൽ ചേരുന്ന ഇഷ്ടമല്ലായിരുന്നു. കാരണം അവർക്ക് ഗൾഫിൽ പോകണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അതിൽ നിന്നു. ഞാൻ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി. അത് സാഹചര്യമൊക്കെ ഒത്തിരി പറയാനുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. സ്തോത്രം. ഞാൻ പഞ്ചാബിലിരുന്ന് 83-ൽ ഞാൻ ബോംബെ പട്ടണത്തിലേക്ക് എനിക്ക് പോകാനിടയായി തീർന്നു. ഗൾഫിൽ പോകണമെന്നുള്ള വ്യാമോഹം കയറി 83-ൽ ഞാൻ ബോംബെ പട്ടണത്തിൽ സാക്കിനക്ക എന്ന പട്ടണത്തിൽ പോയി. ഇനി അവിടുത്തെ അനുഭവം ഒന്ന് പറയട്ടെ. ഞാൻ ആ മുറിയിൽ ചെന്ന് 14 പേര് ആ മുറിയിലുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു കോശി എന്ന് പറയുന്ന ആള് എരുമേലിക്കാരൻ അവിടെയുണ്ട്. എന്നെ കണ്ടപ്പോൾ ആ പുള്ളി പറയുക,
നീ ഇവരുടെ കൂടെ ചേരേണ്ടിയവനല്ല, നീ എന്നെ കൂടെ വരണം പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവർക്ക് പ്രാർത്ഥന അറിയാം, യേശുവിനെയൊക്കെ അറിയാം. എന്നാൽ 1984 ഞാൻ ആ ബോംബെ പട്ടണ പൈപ്പ് ലൈൻ ഉണ്ട്, അതിൽ കൂടി പോയി അവിടെ ഒരു ചർച്ചിൽ പോയി, IPC ചർച്ചിൽ പോയി. അപ്പോൾ അവിടെ എല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നു. കർത്താവ് വിടുവിച്ച കാര്യങ്ങളും സാക്ഷ്യങ്ങളും ദൈവവചനങ്ങളൊക്കെ അവർ പറയുമ്പോൾ അന്ന് ആമീൻ എടുത്തൊരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31. ആമേൻ. അത് യേശു യഹൂദന്മാരോട് പറഞ്ഞു, ആമേൻ, എന്നിൽ വിശ്വസിക്കുന്നവർ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും വാസ്തവമായി നിങ്ങൾ എന്നെ അറിയുകയും. അപ്പൊ ആ വാസ്തവമായി നിങ്ങൾ എന്നെ അറിയുകയും സത്യം നിങ്ങൾ അറിയുകയും സ്വതന്ത്രരാകുകയും ചെയ്തു. അപ്പൊ ഈ വചനം ക്രിയേഷൻ ചെയ്തു. വചനത്തിന്റെ ആ അതോറിറ്റി, പവർ ഭയങ്കരമാണ്. ഇതിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വചനത്തിന് കഴിയാത്ത ഒന്നുമില്ല. ആ വചനം എന്നെ ക്രിയേഷൻ ചെയ്തു. ഞാൻ നിൽക്കുന്ന സാഹചര്യം ഞാൻ എങ്ങനെ, ഈ വചനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ കർത്താവിന്റെ ശിഷ്യനായിട്ടുണ്ടോ? അങ്ങനെ അന്ന് മടങ്ങിപ്പോന്നു. പിന്നെയും മീറ്റിംഗ് കണ്ടിന്യൂ ഉണ്ട്. ഈ പ്രിയപ്പെട്ടവൻ പിന്നെയും അടുത്ത ദിവസങ്ങളിൽ ചെന്ന് അന്ന് ദൈവദാസനോട് പ്രസംഗിച്ചപ്പോൾ ഞാനും എൻ്റെ യേശുവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അനുഭവത്തിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അന്ന് ഞാൻ എഴുന്നേറ്റ്, കർത്താവ് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്ക് ഈ വചനത്തിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ രക്ഷകനും ദൈവമായി ഇന്നു മുതൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി പാപയാഗമായി ആ പാപയാഗം ചെയ്ത് എന്നെ വിടുവിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം എന്നുള്ളൊരാഗ്രഹത്തോടെ ഞാൻ അവിടെ വെച്ച് എഴുന്നേറ്റ് 1900 ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസവും എനിക്കറിയാം, ഞാൻ സ്നാനപ്പെട്ട ദിവസവും എനിക്ക് നല്ലതുപോലെ അറിയാം, ഒരിക്കലും മറന്നു പോകത്തില്ല. ഇന്ന് അനേകർ ചോദിച്ചാൽ എന്നാ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ആ നല്ല അനുഭവത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. പിന്നെ അടുത്ത കടമ്പയാണ് സ്നാനപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമല്ലോ. ആദ്യം മാനസാന്തരം, അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്നാനപ്പെടണമല്ലോ. അത് വേദപുസ്തകത്തിന്റെ അധികാരിയതല്ല. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം കൂടി ചെന്ന് ഏതായാലും 1984 ജൂൺ മാസം 29-ാം തീയതി ഞാൻ പൗവേ ലേക്കിൽ വെച്ച് ഞാൻ സ്നാനപ്പെട്ടു. ഒരു മാസം മുമ്പ് ഞാൻ സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. അവിടെ അനുഗ്രഹീതനായ കർത്തൃദാസന്മാർ 6 പേര്, ഞങ്ങൾ 6 പേര് സ്നാനപ്പെട്ടു. മറ്റുള്ളവർക്ക് ഉണ്ടോന്ന് പോലും എനിക്കറിയാം. ഏതായാലും ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെയും ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവം എന്നെ നിർത്തി. ഞാൻ സ്നാനപ്പെട്ടു. അനുഭവങ്ങൾക്ക് മാറ്റം. പിന്നെ വചനം വായിക്കണം, ഗ്രഹിക്കണം, ഒത്തിരി ചിന്തകളാണ്. അപ്പൊ ഇല്ല, അമ്മ പറഞ്ഞ ദൂത് അവിടെ കിടപ്പുണ്ട്. ഞാൻ ഇന്ന് ഈ ഡിവൈസിൽ പങ്കുചേരുന്നതോട് ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരാളെ കർത്താവ് കണ്ടുവെങ്കിൽ, അവൻ രക്ഷിക്കപ്പെട്ടൊരു കുഞ്ഞാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മ അവനെ നേർന്നുവെങ്കിൽ, ദൈവം ഇത് മറന്നു പോകുന്നൊരു ദൈവമല്ല. അതുകൊണ്ട് സത്യവചനം ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇനിയും അടുത്ത ഞാൻ അവിടെ ചെറിയ ജോലിയൊക്കെ ബോംബെ ചെയ്തു. വളരെ അന്നത്തെ ശമ്പളമൊക്കെ തുച്ഛമായ 200 രൂപ അന്നത്തെ. നമ്മൾ ഒരു മാസം നമുക്ക് ജോലി കിട്ടും. അവിടുത്തെ ചെലവിനൊക്കെ ഉണ്ടത് ചെറിയ രീതിയിലൊക്കെ. എന്നാൽ ദൈവം അവിടുന്ന് മാറ്റം വരും. പിന്നെ ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഞാൻ പഠിച്ചത് ഗൾഫിൽ പോകണം. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ പോലും എടുക്കാതെ 1984 ജൂൺ മാസം ആ കാലയളവിൽ ഞാൻ ഒരു ഇന്റർവ്യൂവിന് ബോംബെ പട്ടണത്തിൽ പോയി, VTക്ക് അടുത്ത്. അവിടെ ചെന്ന് അറബികൾ വന്ന്, ഇപ്പൊ ഇംഗ്ലീഷൊക്കെ അറിയാം, മറ്റു ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. ഏതായാലും ഇന്റർവ്യൂ അങ്ങ് പാസ്സായി. സ്തോത്രം. എന്നെ സെലക്ഷനായി. ഇത് ഫേസ് ടു ഫേസ് എനിക്ക് സൗദി അറേബ്യയിലേക്ക് പോകാൻ എനിക്ക് വിസ കിട്ടി. ഇന്നത്തെ കാര്യങ്ങൾ വളരെ ചിന്തിക്കേണ്ട അനുഭവങ്ങളാണ്. മരുഭൂമിയിലെ അനുഭവം. താങ്ക് യു ഫാദർ. മരുഭൂമി കൊണ്ടുപോയതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ വളരെ പ്രാർത്ഥിച്ച ഈ ഡിവൈസിൽ ഇരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ യേശുവിനെ ഉയർത്തുവാനാ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. കർത്താവ് വിശ്വസ്തനാണ്. എൻ്റെ യേശുവിനെ മാത്രം എനിക്ക് പറയണമെന്ന്, എൻ്റെ നാവ് അതിനെ ഉപയോഗിക്കാമെന്ന് ഞാൻ എപ്പോഴും ആശിക്കുന്നു. സ്തോത്രം. അല്ലാതെ ഈ ലോകത്ത് നമുക്കൊന്നുമില്ല. അതുകൊണ്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും. കർത്താവിന്റെ മുൻപിൽ കരയുന്ന ഒരാളെയും തള്ളിക്കളയത്തില്ല. നമ്മുടെ ദൈവം സർവശക്തിമാനാണ്. പ്രഭു യീശു മसीह നാം സെ ധന്യവാദ്. ധന്യവാദ് പ്രഭുജി, ധന്യവാദ്. ഓക്കെ, താങ്ക് യു.
അങ്ങനെ 1984 ജൂലൈ മാസത്തിൽ ഞാൻ സൗദി അറേബ്യയിൽ ചെന്നു. റിയാദ് പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങളുടെ അറബി താമസിക്കുന്ന 1600 കിലോമീറ്റർ ദൂരെ ജോർദാൻ എന്ന് പറയുന്ന അതിന്റെ ബോർഡറില്ല. അന്ന് ചെറിയൊരു ഗ്രാമമാണ്. അവിടുന്ന് ഞങ്ങൾ കാറിൽ അവിടെ ചെന്നു. അപ്പോൾ എയർപോർട്ടിൽ നടന്നൊരു സംഭവം കൂടെ ഞാൻ പറയാം. അന്ന് വേദപുസ്തകം കൊണ്ടുപോകാനോ അങ്ങനെയുള്ള ഒന്നും പറ്റത്തില്ല. അപ്പോൾ അന്ന് ഗ്ലാൻസിയം വർഗീസ് എന്ന് പറയുന്ന പാസ് എന്നോട് പറഞ്ഞു, മോനെ ഇത് കൊണ്ടുപോകും, നിനക്കിത് ഉപകാരപ്പെടും. ആ പുള്ളി അതിന്റെ ബാൻഡൊക്കെ പറിച്ചിട്ട് ഏതായാലും പ്രാർത്ഥിച്ചു തന്നു. ഏതായാലും എയർപോർട്ടിൽ വന്ന ചെറിയ ബാഗിൽ നിന്ന് സ്തോത്രം ഇവരിത് ചെക്ക് ചെയ്തു കസ്റ്റംസിൽ ചെറിയ. അപ്പൊ അവരെന്ത് ഇതെന്തുവാന്ന് ചോദിച്ചു. എന്തായാലും അവർ മടക്കി തിരിച്ചു തന്നു. ഏതോ പ്രാർത്ഥിച്ചതിന്റെ ശക്തിയായിരിക്കും, ദൈവദാസന്റെ ആഗ്രഹം. ഏതായാലും ഒരു കേടും കൂടാതെ ബൈബിള് കിട്ടി. ആ ബൈബിളാണ് എന്നെ മരുഭൂമിയിൽ നിലനിർത്തിയത്. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും കർത്താവിന് ഒത്തിരി പദ്ധതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് അനേകരോട് സുവിശേഷം പറയും, നിങ്ങള് യേശുവിനെ അറിഞ്ഞാൽ പോരാ, ഈ കാര്യം കർത്താവ് പറഞ്ഞൂടെ ചെയ്യണം. അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുക. നിങ്ങൾക്ക് ഉടൻ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ ഓപ്പൺ ചെയ്യും. കർത്താവ് വിശ്വസ്തനല്ലേ? എല്ലാ കാര്യങ്ങളും ദേവദാസന് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം, സമയമുണ്ട്. പാസ്റ്റർ അങ്ങനെ ഇത് നമ്മുടെ യൂട്യൂബ് പ്രോഗ്രാമാണ്, അതുകൊണ്ട് പാസ്റ്റിന് എല്ലാ കാര്യങ്ങളും പാസ്റ്റിന് സംസാരിക്കാം. ഓക്കെ, സമയമില്ലെന്ന് ചിന്തിക്കണ്ട. ഓക്കെ ഓക്കെ താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞത് സ്തോത്രം, കർത്താവെല്ലാം നോക്കി വയ്ക്കും. എനിക്ക് നല്ല ക്രമീകരണങ്ങൾ ആ പട്ടണത്തിൽ ചെന്നു. എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം ഞാൻ ഗൾഫിൽ പോകണം, കർത്താവ് അത് സാധിപ്പിച്ചു. എൻ്റെ ആഗ്രഹമായിരുന്നു ഇന്ത്യൻ പട്ടാളത്തിൽ ചേരണമെന്ന്. ദൈവം അതല്ല, അത് ബോംബെ പട്ടണത്തിൽ ചെന്നെങ്കിലേ എനിക്ക് കർത്താവിനെ യഥാർത്ഥമായി അറിയാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വഴി ഭയങ്കര. അതാണ് വചനം പറയുന്നത്, ദൈവത്തിന്റെ വഴി തികവുള്ളതും അത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളത്. ദൈവത്തിന്റെ വഴിയെ പറ്റി ഒന്ന് പഠിച്ചേ മാറ്റത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ വഴി കർത്താവ് നോക്കിയേ, കർത്താവിന് വേണ്ടി ഇന്നിപ്പോ കർത്താവ് ഓപ്പൺ ചെയ്തു, ഫയലുകൾ ഓപ്പൺ ചെയ്തു. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഭവനത്തിന്റെ ആവശ്യങ്ങൾ, നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ, നമുക്ക് ജോലിയൊക്കെ ദൈവം തരാനിടയായി. ഓക്കെ, കർത്താവ് അങ്ങനെ മരുഭൂമിയിൽ നടത്തി നല്ല ജോലി, ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾ ചെയ്തു. സ്തോത്രം. അപ്പൊ ഈ നന്മകളും അനുഗ്രഹങ്ങളും കടന്നു വന്നപ്പോൾ ഞാൻ യേശുവുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം തട്ടി. പൈസ ഉണ്ടാക്കണമെന്നുള്ള മാനുഷിക ചിന്തകൾ കയറി വന്നു. ഹല്ലേലൂയ. ഭവനത്തിന്റെ കാര്യങ്ങൾ, വീട് പണിതു, നാട്ടിൽ വരുന്നു, എല്ലാവർക്കും സന്തോഷം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് എവിടെയോ പാളിച്ചകൾ വന്നു. ദൈവം കയറി. ദൈവമാരാ, കർത്താവിന് മഹത്വം. അതുകൊണ്ട് ആരെങ്കിലും വിശ്വാസത്തിൽ വന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ കർത്താവിന്റെ പാതയിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം അവരെവിടെയായിരുന്നാലും ഒരു തിരിച്ചുവരവ്, കർത്താവിന്റെ ബ്ലെസ്സിങ് നമുക്കുണ്ട്, നമ്മുടെ കുടുംബത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ചെറിയൊരു ദൂത് പറയുകയാണ്. സ്തോത്രം. അനേകരെ ഇങ്ങനെ സ്നാനപ്പെട്ടവരും കർത്താവിന്റെ കൃപയിൽ നിന്നവരും മാറിപ്പോയപ്പോൾ ഈ എളിവൻ ചെന്ന് ഇന്ന് അനേക ഇടങ്ങളിൽ, സ്ഥലങ്ങളിൽ ചെന്ന് അവരോട് വ്യക്തമായി ദൂത് പറയുമ്പോൾ അനേകർ മടങ്ങി വരുന്നുണ്ട്. അനേകർ പിന്നെയും ദൈവസഭയുടെ ഭാഗങ്ങളായി യേശുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത് എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കർത്താവ് എനിക്ക് നന്മകളും അനുഗ്രഹങ്ങളും നൽകി. വെക്കേഷൻ വന്നു. സ്തോത്രം. കാര്യങ്ങൾ അപ്പൊ ഇനി പിന്നെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ അപ്പം ആലോചനയൊക്കെ വന്നു. അപ്പൊ എനിക്ക് വന്നത് ഓർത്തഡോക്സുകാരി ഒരു പെണ്ണിനെയാണ്. എൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കത്തില്ല ഇതിനകത്തേക്ക് പോകാൻ. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോകാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം അവര് പാരമ്പര്യം മർത്തോമക്കാർ. സ്തോത്രം. അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഓർത്തഡോക്സിലെ ഒരു പെണ്ണിനെ കെട്ടി. സ്തോത്രം. ഈ കഴുത്തേലെ ഇത് കെട്ടത്തില്ലേ, അത് കെട്ടിയപ്പം ദൈവാത്മാ പറഞ്ഞു, മോനെ ഒരു വിളി. ഇപ്പൊ ഞാൻ ഓർക്കുന്നു, പിന്നെയും കർത്താവ് മടക്കിക്കൊണ്ടു. അങ്ങനെ ഏതായാലും കർത്താവിന്റെ കൃപയാൽ എനിക്ക് നല്ലൊരു വൈഫിനെ കിട്ടി. നോർത്ത് ഇന്ത്യ ജോലിയുള്ള ബിലായില്, ഛത്തീസ്ഗഡില്. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അവിടെ പോയി. അവളെ വിട്ടിട്ട് ഞാൻ സൗദി അറേബ്യക്ക് പോയി. ഇനിയത്തെ കാര്യങ്ങൾ ദൈവത്തോട് അടുത്ത് ചെന്നെങ്കിൽ മാത്രമേ ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. മരുഭൂമിയിൽ പിന്നെയും കടത്തിവിട്ടു. ബ്ലെസ്സിങ്, പൈസ എല്ലാം ഉണ്ട്. എന്നാൽ ജീവിതത്തിൽ നൈരാശ്യം കയറി വന്നു. എല്ലാം പെട്ടെന്ന് അനുഭവങ്ങൾക്ക് വ്യത്യാസം വന്നു. എന്നോട് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നു. ഞാനൊരു വെക്കേഷന് പിന്നെയും വന്നപ്പോൾ
വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനും സ്നാനപ്പെട്ടവനും ഈ ദേശക്കാർക്കറിയാം. ഒരു ഉപദേശി ഭവനത്തിൽ വന്ന് ബെല്ലടിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, കതവ് തുറക്കരുതേ, കതവ് തുറക്കരുത്, കയറ്റിയാൽ അവർ നമ്മളെ കൊണ്ടുപോകും. 3 പ്രാവശ്യം വന്ന് ആ ദൈവദാസൻ ബെല്ലടിച്ചു. 3ാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ ഈ ദൈവദാസനെ എൻ്റെ വീട്ടിനകത്തേക്ക് കയറ്റി ഞാൻ ഇരിക്കാൻ കൊടുത്തു. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞ വാക്ക്, രായിച്ചാൻ സ്നാനപ്പെട്ടതല്ലേ, ഞങ്ങൾ ആരാധിക്കുന്ന സഭയിൽ വരണം. ഞാൻ പറഞ്ഞു, ഓക്കെ പാസ്റ്ററെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നിവർത്തീകരിച്ചു. അടുത്തൊരു സൺഡേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചർച്ചിൽ ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വൈഫ് മർത്തോമായിലും പോയി, ഞാൻ തിരിഞ്ഞ് ദൈവസഭയിലേക്ക് കടന്നു പോകാനിടയായി. ശ്രദ്ധിക്കുക, ആമേൻ. അപ്പൊ എൻ്റെ വൈഫ്, എൻ്റെ കുഞ്ഞുങ്ങള് മർത്തോമായി പോന്നു, ഞാന് പെന്തക്കോസ്ത് ചർച്ചിലും പോന്നു. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും സത്യം അറിഞ്ഞൊരു വ്യക്തിയാണ്. എന്നാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അമ്മയപ്പനെ വേദനിപ്പിക്കാതെ ചില പീരീഡുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സത്യത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ പോയപ്പോൾ എൻ്റെ വെക്കേഷൻ തീരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അച്ഛാ, നമ്മൾ 2 ഇടത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ അച്ഛൻ സേവിക്കുന്ന ദൈവത്തെ സേവിക്കണം, എന്നെ സ്നാനപ്പെടുത്തിയിട്ട് വേണം അടുത്ത കാര്യത്തിലേക്ക് പോകുവാൻ. താങ്ക് യു, ഹല്ലേലൂയ. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു അനുഭവം അവിടെ നാവ് കൊണ്ട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടും. അപ്പം ദൈവസഭയിൽ ചെന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. പെട്ടെന്ന് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ പുള്ളിക്കാരി ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു. ദൈവം 2 കുഞ്ഞുങ്ങളെ നൽകി, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, മുൻപോട്ട് യാത്രകൾ തുടങ്ങി. പിന്നെ ഞാൻ വെക്കേഷന് പോയി, കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു. എങ്കിലും സൗദി അറേബ്യയിൽ വെച്ച് വലിയ പ്രതികൂലങ്ങൾ എനിക്ക് ആഞ്ഞടിച്ചു, പ്രതിസന്ധികൾ ആഞ്ഞടിച്ചു. കാലങ്ങൾ ഇങ്ങനെ നീണ്ടു. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു, നീ കർത്താവിന് വേണ്ടി വേർതിരിച്ചവനാണ്, നീ കർത്താവിന് വേണ്ടി വേർതിരിക്കണം. സൗദി അറേബ്യയിൽ ഞാൻ പറയട്ടെ, എന്തോ പ്രതികൂലങ്ങളാ അനുഭവങ്ങൾ പറഞ്ഞാട്ട് ദേവദാസന് പ്രതികൂലങ്ങൾ എന്ന് പറയാം. സൗദി അറേബ്യയുടെ അനുഭവങ്ങൾ അറിയാം. നമുക്ക് അവിടെ കൂട്ടായ്മയ്ക്ക് സൗകര്യങ്ങളില്ല. നമ്മളെ ഒത്തിരി ദൈവശബ്ദം യഥാർത്ഥമായി ഞാൻ മരുഭൂമിയിൽ വെച്ച് കേട്ട കർത്താവിന്റെ ശബ്ദം. ഈ പ്രതികൂലങ്ങളിലും അറബികളുടെ ബുദ്ധിമുട്ടുകളുണ്ട്, ജോലിയുടെ ബുദ്ധിമുട്ടുണ്ട്, മേലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഞാൻ അവിടെ കാര്യം ചെയ്തെന്നറിയാമോ, ഒരു ഇടുങ്ങിയ റൂമില് കുറച്ച് സഹോദരന്മാരെ കയറ്റി അന്ന് കൊണ്ടുപോയി ബൈബിൾ വെച്ച് ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവ് ആമീൻ അനേക ആത്മാക്കളെ സൗദി അറേബ്യയിൽ എനിക്ക് കർത്താവ് നൽകി. ചെങ്കടലിൽ കൊണ്ടുപോയി ദൈവദാസന്മാരെ വരുത്തി അവിടെ സ്നാനപ്പെടുത്താനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അനേക പട്ടണങ്ങളിൽ അടുത്ത ഡിസ്ട്രിക്റ്റുകളിൽ പോയി ജോലിയോടുള്ള ബന്ധത്തിലും അനേകരെ ക്രിസ്തുവിന് വേണ്ടി നോക്കിയ ദൈവത്തിന്റെ പദ്ധതി നോക്കി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പൊ കർത്താവിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അത് വാക്തത്വമുണ്ടെങ്കിൽ അവന്റെ മരണത്തോടിപ്പുറം കർത്താവ് പറഞ്ഞ ദൂതുകളും ആലോചനകളും ആ ദൈവകുഞ്ഞിന്റെ മേൽ ദൈവം ചെയ്യും. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. ബട്ട് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം നമുക്ക് വിശ്വസ്തനായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. ഞാൻ നല്ല നിലവാരത്തിൽ ഇങ്ങനെ ജോലി ചെയ്തു, സഭകൾ നടത്തി. ഞാൻ ആ ജോലിയൊക്കെ വിട്ടിട്ട് 2007 തിരിച്ചു വന്ന് ഇനിയും പോകുന്നില്ല, നല്ല പഠനമൊക്കെ ചെയ്ത് കർത്താവിന്റെ വേലയിൽ നിൽക്കണം. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു മീറ്റിങ്ങിലേക്ക് ചെന്നപ്പോൾ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, കർത്താവ് ഒരു കരുണ കാണിക്കാൻ പോകും, 5 വർഷത്തേക്കൂടെ കർത്താവിന്റെ ദാസനെ ആ രാജ്യത്തേക്ക് വിടും, നല്ലൊരു പൊസിഷനോട് കൂടി. അപ്പൊ ഞാൻ മടങ്ങി വന്നതാണ്. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഈ ദൈവദാസൻ പറഞ്ഞു 5 വർഷം കണ്ട് പിന്നെ നിൽക്കരുതേ, തിരിച്ചു വരണം. ഞാൻ തിരിച്ചു വരുവാനുള്ള ഇതിലേക്ക് തന്നെ ഞാൻ ഒരു വിസ തന്നു. ഒരു ഫ്രീ ആയിട്ട് സൗദി അറേബ്യക്ക് പോയി. നമ്മളെ ഇപ്പോൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് അതിൽ ഞാൻ ജോലി ചെയ്യാനിടയായി തീർന്നു. ടവർ നല്ലൊരു പോസ്റ്റില് സൗദി അറേബ്യ വിവിധ ഭാഗങ്ങളിൽ ഈ ടവർ ഉണ്ട്, അതിന്റെ ടെക്നീഷ്യൻ നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി ലഭിച്ചു. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല, കറണ്ട് ചെയ്യും, എങ്കിലും ഇതുമായിട്ട് ബന്ധമില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവസേന കർത്താവേ ഇതൊക്കെ എനിക്ക് മെയിൻ്റെനൻസ് ചെയ്യുവാനുള്ള ജ്ഞാനവും ബുദ്ധിയും കഴിവും തരണമേ എന്ന് പ്രാർത്ഥിച്ച് എനിക്ക് നല്ലൊരു പൊസിഷൻ, ഡ്രൈവർ എല്ലാം തന്നു. ഇങ്ങനെ പിന്നെ ആ ജിദ്ദയ്ക്കടുത്ത് തായിഫ് എന്ന് പറയുന്ന പട്ടണത്തിൽ 5 വർഷം ജോലി ചെയ്ത് 2 പേരെ കൊണ്ട് പിന്നെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഒരു 100-ൽ പരം ആൾക്കാരെ ആ പട്ടണത്തിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അവിടെ നേടുവാൻ ദൈവം ഇടയാക്കി തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ഇൻസിഡന്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി.
ഒരു ബ്രാഞ്ച് കൂടെ അവിടെ തുടങ്ങി. അതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ആഴ്ചയിൽ എനിക്ക് ഡ്യൂട്ടി വന്നു, മെസ്സേജ് വന്നു പോകണം. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഞാൻ ഡ്യൂട്ടിയോടുള്ള ബന്ധത്തിൽ ഒരു എമർജൻസി അറ്റൻഡ് ചെയ്യുവാൻ പോയ വഴിക്ക് എമർജൻസി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ എൻ്റെ വണ്ടി 120 മൈലാണ് ഞങ്ങളുടെ കമ്പനി പറയുന്നത്. ഓടിച്ച വ്യക്തി 140 വണ്ടി ഓടിച്ചു. ഹൈവേയിൽ കൂടെ പോയപ്പോൾ വേറൊരു വണ്ടി യൂട്ടേൺ എടുത്ത് ഈ വണ്ടിയുമായിട്ട് അവിടെ വെച്ച് ഇടിക്കുവാനിടയായത്. ഇടിച്ചത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എൻ്റെ ഒരു കാല്, എൻ്റെ മുഖം, എൻ്റെ ശരീരം മൊത്തം ബ്ലഡിൽ കുളിച്ച് വലതുകാല് തകർക്കപ്പെട്ടു. എനിക്ക് എഴുന്നേക്കാൻ ബോധം പോയി. ആംബുലൻസും ഫയർഫോഴ്സും വന്ന് ഈ വണ്ടി മിഷൻ വെച്ച് കട്ട് ചെയ്തെടുത്തന്നെ ഇതിൽ കയറ്റി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് ഏത് ലോകത്താണ് പോലും അറിയുന്നത്. വലിയൊരു അപകടം. എൻ്റെ കൂടെ ഇരുന്ന ഒരാളെ കാലൊടിഞ്ഞു, ഫിലിപ്പീൻസുകാരൻ്റെ. ആ ഹോസ്പിറ്റലിൽ വെച്ച് 3-ാമത്തെ ദിവസം എനിക്ക് ബോധം വന്നു. അപ്പൊ എൻ്റെ മുഖം വിരൂപമായി, ആകെ പ്രശ്നം, കാലൊന്നും കെട്ടിയിട്ടിരിക്കുക. അപ്പൊ ഞാൻ അലറി വിളിച്ചു, ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യ ഇനി എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യും? ഇനി ഇതിനകത്തുനിന്ന് എനിക്ക് ഒരിക്കലും വിമോചനമില്ല. ഞാൻ ഇനി പറയുന്ന കാര്യം, ആ 3-ാമത്തെ രാത്രിയിൽ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ മുറിയിൽ ഇറങ്ങി വന്നു. അങ്ങനെ ദൈവശബ്ദം പിന്നെയും എന്നെ കേൾപ്പിച്ചു. അപ്പം ഞാൻ വളരെ അലറി വിളിച്ചു, കർത്താവേ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിനകത്തുനിന്ന് ഒരു വിടുതലുണ്ടോ? അന്ന് കർത്താവ്, മോനെ, ഞാൻ നിന്നെ പലയിടങ്ങളിലും രാജ്യങ്ങളും എന്റെ സന്ദേശവുമായി ഞാൻ നിന്നെ നിർത്തും. നീ ഭാരപ്പെടണ്ട, നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞു. 4 മാസം ആ കട്ടിലിൽ ഞാൻ കിടന്ന് എൻ്റെ കാര്യങ്ങളും കമ്പനിക്കാരും ചെയ്യും. എൻ്റെ കൂട്ടായ്മയിലുള്ളവരെല്ലാം വളരെ ഭംഗിയായ കാര്യങ്ങൾ ചെയ്തു. 4 മാസം കിടന്നപ്പോൾ ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ എവിടെ ഞാൻ വായിച്ചിട്ടുണ്ടോ മൊത്തം എൻ്റെ ഹൃദയത്തിലേക്ക് സംഭരിപ്പാൻ കർത്താവ് ഇടയാക്കി. ഓക്കെ, ഓരോ കാര്യം ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഈ അനുഭവത്തിൽ കൂടി പോയില്ലെങ്കിൽ മോനെ, നീ യേശുവിനെ എങ്ങനെ പ്രസംഗിക്കും? എങ്ങനെ നീ യേശുവിനെ പറ്റി പറയും? നിനക്ക് അനുഭവം വേണ്ടായോ? നീ എൻ്റെ കാര്യം പറയണമെങ്കിൽ നിനക്ക് അനുഭവം വേണ്ടായോ? ഞാൻ നിന്നെ ഈ പ്രോസസ്സിൽ കൂടി കടത്തിവിടുമ്പോൾ എനിക്കൊരു പദ്ധതിയുണ്ട്. വെള്ളി ഊതിക്കഴിക്കുമ്പോൾ ഞാൻ നിന്നെ ഊതിക്കഴിക്കും. അതിന്റെ നടുവിൽ ഞാൻ ശ്രേഷ്ഠമായത് അവൻ തിരഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സാക്ഷ്യത്തിൽ അനേക ജീവിതങ്ങൾക്ക് ശക്തി ഉണരട്ടെ. എവിടെയെങ്കിലും അഭിഷേകത്തിന് കുറവുണ്ടെങ്കിൽ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന് എവിടെയെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ, ആമീൻ, അത് ഇന്ന് ഫില്ല് ചെയ്യണം, ഇന്ന് പൂരിപ്പിക്കണം. അതാണ് യോബ് പറയുന്നത്. ആമീൻ, യോബ് പുസ്തകത്തിൽ 28:11 പറയുന്നു, അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു, അതിൽ നിന്ന് ഗുപ്തമായിരിക്കുന്നത് വെളിച്ചത്തിൽ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ഇന്ന് അനേകര് ചോർന്നു പോകുന്ന ആദ്യം അനുഭവം അല്ല ഇപ്പം പെന്തക്കോസ്തിന്റെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. നന്മയുടെ പുറകെ മറ്റു രീതിയിലും പോകുമ്പോൾ ചോർന്നു പോകുന്ന അനുഭവം. ഈ ദിവസങ്ങളിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. വിട്ടുപോയ ഭാഗങ്ങളിൽ ദൈവവചനം ഫില്ല് ചെയ്ത്, കർത്താവേ, എനിക്ക് ഇന്നടുത്ത് പരാജയമുണ്ട്, എന്റെ ജീവിതത്തിൽ പരാജയമുണ്ടെന്ന് ഏറ്റുപറയുന്നവന് ശുഭം വരും. ആമീൻ. ഈ ദിവസങ്ങളിൽ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഡിവൈസിൽ അനേക ജീവിതങ്ങൾക്ക് പുതുജീവൻ കൊടുക്കുമെന്ന് ഞാൻ വളരെ ആശിക്കുന്നു, ആശംസിക്കുന്നു. ഒരു പ്രത്യേക അഭിഷേകം എല്ലാവരുടെ മേലും പകരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം പിന്നെയും പണിയുവാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ദൈവം ആ പട്ടണത്തിൽ പിന്നെയും എന്നെ തിരിച്ചു കൊണ്ടു. ഞാൻ 4 മാസം കടന്ന് ഭവനത്തിലേക്ക് വന്നു. സ്തോത്രം. ഭവനത്തിൽ വന്ന് ഇപ്പോൾ കൊട്ടാരക്കര ആയിരിക്കുന്ന ടിനു ജോർജിന്റെ അവിടെ ആദ്യമേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് കൊണ്ടുവന്ന്. എൻ്റെ മോൻ വന്ന് എന്നെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, മോനെ വീട്ടിൽ കൊണ്ടിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാമോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കൊട്ടാരക്കര ടിനു ജോർജിന്റെ ചർച്ചിൽ പോയി. ഞാൻ സ്ട്രക്ചർ എല്ലാം ഉപയോഗിച്ചിരുന്നു. അവസാന നിമിഷം ഈ അഭിഷിക്തൻ വന്ന് എളിവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് എൻ്റെ സ്ട്രക്ചർ, ഞാൻ ഉപയോഗിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങൾ മാറ്റി ഞാൻ എഴുന്നേൽപ്പാൻ ദൈവാത്മാവിടെയാക്കി. ഞാൻ ദൈവസന്നിധിയിലായി പറയുന്നത്. ദൈവത്തിന്റെ സൗഖ്യം ഞാൻ അനുഭവിച്ചു. എങ്ങനെയായിരുന്ന അനുഭവം? ആമേൻ. ക്രിട്ടിക്കൽ മൂമെന്റ് എല്ലാത്തിൽ നിന്നും വിടുവിച്ച് ഒരു അഭിഷിക്തന്റെ പ്രാർത്ഥന നമുക്ക് അനിവാര്യമാണ്. ഇന്ന് ഞാൻ അനേക ഇടങ്ങളിൽ അനേകരെ സുവിശേഷത്തിൽ വിളിക്കുമ്പോൾ
അതേ ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ രോഗികളെ ദൈവം സൗഖ്യമാക്കുന്നു. ബന്ധനത്തിൽ ഇരിക്കുന്നവരെ കർത്താവ് അഴിച്ചു മാറ്റുന്നു. എന്റെ കണ്ടിഷ്ടിൽ ഇന്നലെയും ഒരു ഭവനത്തിൽ കടന്നുപോയി 3 കുഞ്ഞുങ്ങൾ ഒരു വീട്ടിലുണ്ട്, ബന്ധക്കോസുകാര്, എല്ലാം കെട്ടപ്പെട്ട അനുഭവം. അവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അവിടെ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഈ ക്രൈസിസ് വന്നില്ലെങ്കിൽ എനിക്ക് യേശുവിനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് 14 ലേഖനം എഴുതിന് പിന്നിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലിനെ പിടിച്ചത് യേശുവിന്റെ ശബ്ദം കേട്ടിട്ടാണ്. ഇന്നും നമ്മളും ദൈവശബ്ദം കേട്ടിട്ടാ കർത്താവിന്റെ കാര്യം പറവാൻ ദൈവാത്മാവ് ഇടയാക്കുന്നത്. അതുകൊണ്ട് പൗലോസ് 14 ലേഖനം എഴുതി. ഇന്ന് ഓരോ ലേഖനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്മേൽ, നമ്മുടെ ആത്മാവിൽ ആ അഭിഷേകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പിന്നെയും കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. പിന്നെയും മടങ്ങി. എനിക്ക് വീസ കുറച്ചുകൂടുണ്ട്. ആ വീസ തിരിഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് വരണമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. റിയാദ് പട്ടണത്തിൽ ചെന്നു. അവർ കണ്ടപ്പോൾ വെരി ഹാപ്പി. ക്യാബിനകത്ത് കയറി. അപ്പൊ ഇംഗ്ലീഷുകാരൻ അവിടെ ഇരിക്കുന്നു. രാജു വെൽക്കം, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. എന്നെ ഇരുത്തിയിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നെ പിന്നെ വേറൊരു സ്ഥലത്തേട്ട് ഇത് ചെയ്തു. അപ്പൊ എന്റെ വീസയ്ക്ക് കുറച്ച് പീരീഡേ ഉള്ളൂ, 1 വർഷത്തിനകം. ഞാൻ അതുകൂടെ തീർന്നിട്ട് വരാമെന്നും കണ്ട് ഞാൻ അതുകൂടെ പൂർത്തീകരിക്കാൻ വേണ്ടി പോയി. സ്തോത്രം. അപ്പൊ 3 മാസം മുമ്പേ നമ്മള് കമ്പനിക്ക് ലെറ്റർ കൊടുക്കണം. എനിക്ക് മതി. ഞാനിങ്ങനെ 3 മാസം ലെറ്റർ കൊടുത്തു. എനിക്ക് മതിയാക്കി, എനിക്ക് എക്സിറ്റ് വേണം. അങ്ങനെ എന്നെ വിളിപ്പിച്ചു. റിയാദിലെ ഓഫീസിലേക്ക് വിളിപ്പിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ പറയുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? ശമ്പളം വേണോ? ഞാൻ പറഞ്ഞു സാറേ പ്ലീസ് എനിക്ക് എക്സിറ്റ് വേണം, ഞാൻ പോകുക. എന്നെ അവർ വിട്ടില്ല. 22 ദിവസം അവർ എന്നെ ഒരു മുറിയിൽ വെച്ചു. നിങ്ങൾ ആലോചിച്ചിട്ട് വേറെ പറഞ്ഞാൽ മതി. അവസാന നിമിഷത്തിൽ ഞാൻ പറഞ്ഞു ഐ ആം വെരി സോറി സാറേ, എനിക്ക് ഞാൻ എക്സിറ്റ് വേണം, എനിക്ക് പോകാൻ. അപ്പോഴാ പുള്ളിക്കാരൻ ആ ഫയൽ എനിക്ക് ഒപ്പിട്ട് തന്ന് എൻ്റെ വിസയുടെ കാലാവധിയിൽ എനിക്ക് തിരിച്ചു വരുവാൻ ദൈവം ഇടയാക്കിയത്. അങ്ങനെ 2013 ഞാൻ എക്സിറ്റ് ആയി നാട്ടിൽ വന്നു. എല്ലാം വിട്ടിട്ടെങ്കിൽ നാട്ടിൽ പോകുന്നു. എന്നിട്ട് ഞാൻ പിന്നെ കർത്താവിന്റെ വചനം പഠിക്കുവാൻ ഉള്ള ക്രമീകരണങ്ങൾ എനിക്ക് ഒരുക്കി. ബ്രദറൻകാര് പഠിക്കുന്ന കോളേജുണ്ട്. അപ്പൊ അവർ നല്ലതുപോലെ വചനം പഠിക്കും. അങ്ങനെ ഞാൻ പോയി സെമിനാരിയിൽ വചനം പഠിച്ച് IPCയുടെ അതിന്റെ ഇതെല്ലാം എനിക്ക് ലഭിച്ചു. IPCയിലെ പാസ്റ്റർമാരാണ് അവിടെ ദൈവവചനം പഠിപ്പിച്ചത്. നല്ല നിലവാരത്തിൽ പഠിച്ച് ഒരു പ്രത്യേക അഭിഷേകത്തോടെ ദൈവം എന്നെ നോർത്ത് ഇന്ത്യയുടെ പല ഇടങ്ങളിൽ, സ്ഥലങ്ങളിൽ, സ്റ്റേറ്റുകളിൽ ഒക്കെ കഴിഞ്ഞ ഈ 2013, 14, 15 ആ കാലയളവിൽ ഇങ്ങനെ പല പട്ടണങ്ങളിൽ, രാജ്യങ്ങളൊക്കെ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്ന് ഈ ഡെവീസിൽ ഇത് പങ്കുവെക്കുമ്പോൾ ദൈവം ഒരാളെ കണ്ടുവെങ്കിൽ അവനെ ദൈവം പണിതെടുക്കണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ പറ്റുകയുള്ളൂ. രാജസ്ഥാനില്, ലക്നൌവില്, ബാംഗ്ലൂർ പട്ടണത്തില്, ബോംബെ പട്ടണത്തിലൊക്കെ ഈ സുവിശേഷമായി നിൽക്കുമ്പോൾ എളിവിന് വലിയ ജ്ഞാനോ അറിവോ ഇല്ലെങ്കിലും കർത്താവ് അവിടെ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യം അവരുടെ നടുവിൽ ഒരു ഉപകരണം എന്ന നിലയിൽ ദൈവം ഉപയോഗിക്കും. പ്രവചനാത്മാവിൽ നിറഞ്ഞ കർത്താവിന്റെ അരുളപ്പാടും ആലോചനകളും അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അനേകർക്ക് എളിവനൊരു നന്മയായി തീർന്നുകൊണ്ടിരിക്കും. ഇനിയും ശ്രദ്ധിച്ചോ, സ്തോത്രം. കർത്താവ് ഇങ്ങനെ ശുശ്രൂഷകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന് എന്നെ മാനിക്കണമെന്നുള്ള പദ്ധതി ഉണ്ടപ്പോൾ എനിക്ക് സൗദി അറേബ്യ എന്നൊരു വീസ തന്നു. കർത്താവിന്റെ ദാസനെ നിങ്ങൾ വന്ന രാജ്യത്തേക്ക് മടക്കി വരണം. അങ്ങനെ ഞാൻ 2019 6 മാസത്തെ വീസ ലഭിച്ച് ആ പട്ടണത്തിൽ എവിടെയൊക്കെ ദൈവസഭ സ്ഥാപിച്ചിട്ടുണ്ടോ അനേക പട്ടണങ്ങളിൽ ഈ കർത്താവിന്റെ വചനവുമായി പോയി അനേകരെ പിന്നെയും സുവിശേഷത്തിൽ കൂടെ ഉറപ്പിക്കുവാനും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ അറിയിപ്പാനും ആ പട്ടണത്തിൽ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. സ്തോത്രം. ദൈവം നമ്മളെ മാനിക്കുമെന്ന് വെച്ചാൽ മാനിക്കും. നിനക്ക് സാമ്പത്തിക വിഷയമാണോ, ഭൗതിക വിഷയമാണോ, ശാരീരിക വിഷയമാണോ, ദൈവം നടത്തിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ യേശുപ്പ വലിയവനാ കേട്ടോ. കരഞ്ഞ് ദൈവസന്നിധി ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ആ മുഴങ്കാലുകളെ മടക്കും. കർത്താവേ, അങ്ങ് പറയുന്ന വാക്ക് മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. അങ്ങ് പറയുന്ന വാക്കായിരിക്കണം ജനത്തിന് ഞാൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പൊ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. അവിടെ രോഗസൗഖ്യം നടക്കും, വിടുതൽ നടക്കും.
പ്രശ്നങ്ങൾക്ക് കർത്താവ് വചനത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ കർത്താവ് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞതാണ്, കേട്ടതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഡിവൈസിൽ ആരെങ്കിലും അങ്ങനെയുള്ള ഭാരത്താലോ ദുഃഖത്താലോ ഉണ്ടെങ്കിൽ ഇന്ന് ജീവന്റെ വചനം, ഈ സന്ദേശം അനേകരുടെ ഹൃദയങ്ങളിൽ മാനസാന്തരവും നല്ല അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി അനുഭവങ്ങളാണ് ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നത്. അനുഭവങ്ങൾ വേണം. ഇന്ന് ഞാൻ കർത്താവിനോട് പറയുന്നു, കർത്താവേ എന്നെ നീ പഠിപ്പിക്കണം, എനിക്ക് ജ്ഞാനം തരണം. ഇനി അറിവിന്റെ കാര്യത്തിൽ സ്തോത്രം. അപ്പം എനിക്ക് വലിയ പഠിത്തം കർത്താവിനോട് എന്നും ഇപ്പോഴും ചോദിക്കും, കർത്താവ് എനിക്ക് ഹിന്ദി ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണം. ദൈവത്തിന് കഴിയുമോ? ഏത് കാര്യത്തിനാണ് നമ്മൾ ചോദിക്കുന്നത്? ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അപാകതകളെയും മാറ്റും. ദൈവം നമ്മളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് നമ്മളോട് ചോദിക്കും. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കണം. അർത്ഥം അതിനുള്ള അഭിഷേകവും ശക്തിയും ഞാനും ദൈവം തരാതെ, മാനുഷികമായ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരാതെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം പിന്നെ ഓപ്പണിംഗ് ചെയ്യുന്നത്. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ, കർത്താവിന്റെ കൃപയാൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അറബിയാണ്. അറബി നല്ലപോലെ അറബികളോട് പോയി തന്നെ ഞാൻ യേശു വലിയവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറബികൾക്ക് വേണ്ടി കരം വെച്ച് ഞാൻ ആ പട്ടണത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവര് പറയും, നിങ്ങളുടെ യേശു വലിയവൻ. ഓക്കെ, ഹല്ലേലൂയ. അങ്ങനെ ദൈവം എന്തിനാ കൊണ്ടുവന്ന് ഈ പ്രോസസ്സിങ്? ഇതില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. ഷാമാന ഷൈഡൽ ഖമന അർഥുനി വൈഡവനവശന്തരാധരം. കർത്താവേ, ഈ ഡിവൈസിനെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ട്രഗിളുകൾ മാറിപ്പോകട്ടെ. തന്റെ ദാസിക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 2019 സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് എന്നെ കൊണ്ടു. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വരാൻ ഞാൻ ഭാരപ്പെട്ട വിഷയങ്ങളായിരുന്നു. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, പഠനം, അവരുടെ ഉപരിപഠനം. എൻ്റെ കയ്യിൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ അറിയാമല്ലോ, സ്തോത്രം. എന്നാൽ ദൈവം എങ്ങനെ ലജ്ജിപ്പിച്ചിട്ടില്ല. ശ്രേഷ്ഠകരമായ രീതിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അവർക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾ അയപ്പാനും ഈ എളിയവനെ ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളെ ഞാൻ ആമീൻ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അവരുടെ തലേ കരം വെച്ച് പ്രാർത്ഥിക്കും. ആമീൻ. ഇൻ ദ നെയിം ഓഫ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ബ്ലെസ്സിംഗ് ആയി തരട്ടെ. ഒത്തിരി അനുഭവങ്ങളാണ്. നമ്മുടെ കരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവരാജ്യത്തിന്റെ ഭാഗങ്ങളായി തീരുമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. ദൈവം അവരെ ശക്തീകരിക്കുന്ന അനുഭവങ്ങളാണ്. ഇനിയും ആമീൻ. ദൈവശബ്ദം കേൾക്കുമോ? ഒരു രാത്രിയിൽ 2 മണിക്ക് ദൈവാത്മാവ് യെശയ്യാ പ്രവചനം 45-ന്റെ 3-ാം വാക്യം എനിക്ക് സ്ക്രീൻ എഴുതി കാണിക്കുന്നത് പോലെ കാണിച്ചു ദൈവം. അപ്പൊ പലരും ചോദിക്കുക, എങ്ങനെ ദൈവദാസനെ ദൈവശബ്ദം കേൾക്കുമോ? ദൈവാത്മാവ് ഇടപെടുമോ? എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മോശയോട് ദൈവം ഇടപെട്ടില്ലേ? സംസാരിച്ചില്ലേ? അങ്ങനെയെങ്കിൽ പുതിയ നിയമകാലത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് സംസാരിച്ചേ മതിയാകത്തുള്ളൂ. ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കും. അങ്ങനെ യെശയ്യാ പ്രവചനം 45:3 സ്ക്രീനിൽ എഴുതി കാണിച്ചു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അതൊന്ന് വായിക്കാൻ പറഞ്ഞു. നടന്ന സംഭവങ്ങളെ കേട്ടു. അന്നേരമാ എൻ്റെ കർത്താവിനെ പറ്റിയുള്ള മഹത്വം പിന്നെയും എനിക്ക് വെളിപ്പെടുവാനിത്. ആമേൻ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. കുറച്ച് സന്ദേശങ്ങൾ അന്ന് സറണ്ടർ ചെയ്തു, സമർപ്പിക്കാനിടയായി തീർന്നു. അപ്പൊ ഓരോ കാലയളവിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തരുന്ന ആലോചനകൾ, ദൈവശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകും. ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് ദൈവവചനം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കും. അതാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ. കന്യക എങ്ങനെയാ ഗർഭിണിയാകുന്നത്? ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കന്യകയ്ക്ക് ഗർഭിണിയാകുവാൻ മാനുഷികമായ ഡോക്ടർമാർ ആലോചിച്ച് അങ്ങനെ നടക്കും ഒരിക്കലുമില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഈ പ്രോസസ് എങ്ങനെയുണ്ടായി? കുഞ്ഞെ, ദൈവത്തിന്റെ ആത്മാവ് ആ ദൈവദാസിയുടെ മേലിറങ്ങിയപ്പോൾ ആ മറിയയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന്. ഇത് ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന യേശു മറിയയുടെ ഹൃദയത്തിൽ ഉരുവായത് ആ മറിയയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ പ്രോസസ്സിങ്, ആ രക്ഷകനെ നമ്മൾ പ്രസംഗിക്കുന്നത്. ആ ഇമ്മാനുവേൽ
എന്നും നമ്മളോട് കൂടെയുണ്ട്. ഇന്ന് ഈ പകലിൽ ഇടിവേസിൽ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു എന്റെ അനുഭവ സാക്ഷ്യം പറയുമെങ്കിലും അതിൽ കൂടി അനേകരുടെ ജീവിതങ്ങൾ പുഷ്ടിയുള്ളതാകട്ടെ. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കും. ഇതിനകത്ത് മൂർച്ച വേണം. കടിക്കണമെങ്കിൽ പല്ലിന് മൂർച്ച വേണം. മെതിവണ്ടി പൊടിക്കണമെങ്കിൽ മെതിവണ്ടി ആവശ്യമാണ്. യാക്കോബിനോടുള്ള ബന്ധത്തിൽ പറയുന്നു, ഇടിവേസിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട ഇന്ന് ആ വചനം യെശയ്യാ പ്രവചനം 41:14 പറയുന്നു, ഞാൻ നിന്നെ പുതിയതാക്കും, ഞാൻ നിന്നെ റിന്യൂവൽ ചെയ്യും, ഞാൻ നിന്നെ മൂർച്ചയുള്ളതാക്കി തീർക്കും. അനേകർക്ക് ഈ കേൾക്കുന്നത് അവരുടെ ജീവിത അനുഭവത്തിൽ പുതിയ സംരംഭങ്ങൾ, പുതിയ അധ്യായങ്ങൾ, പുതിയ പേപ്പറുകൾ മേൽ പേപ്പറിന്മേൽ സീലടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കും. ദൈവം അങ്ങനെ തന്നെ ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ വേലയിൽ പലയിടങ്ങളിൽ പോയി നോക്കി എവിടുന്ന് ദൈവം കൊണ്ടുവന്നു, എവിടെ വരെ കർത്താവ് എത്തിച്ചു. ആക്സിഡന്റുകൾ, മരണമില്ലാഞ്ഞിട്ടാണ് 3 ആക്സിഡന്റുകളാണ് സൗദി അറേബ്യയിൽ വന്നത്. ഒരിക്കലും ഇങ്ങോട്ടില്ല. പുതിയ ജീവനാകട്ടോ, പുതിയ ജീവനാണ്. അല്ല, ഇന്ന് കാണത്തില്ല. വേറെ 2 ആക്സിഡന്റ് ഞാൻ ഈ റിസൈൻ ലെറ്റർ എല്ലാം കൊടുത്ത അവസാന ഭാഗം എനിക്ക് വേണ്ടി വേറൊരാളെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആ അപ്പോയിന്റ്മെന്റ് വരാൻ ലേറ്റ് ആയി. അപ്പൊ എനിക്ക് കോൾ വന്നു, ഇന്ന സൈറ്റിൽ ഇന്ന ടവറിൽ നിങ്ങൾ പോയി, പവർ ഫെയിലിയർ, കറണ്ട് പോയി, നിങ്ങൾ പോയി അത് കണക്ട് ചെയ്യണം. എനിക്ക് തന്ന ശ്രീലങ്കക്കാരനായിരുന്നു ഡ്രൈവർ. അപ്പം സിറ്റിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെ പോകണം ഈ ടവറിലേക്ക്. അങ്ങനെ അവസാന നിമിഷം എനിക്ക് വരാൻ വേണ്ടിയെല്ലാം റെഡിയായി. അങ്ങനെ ഞാൻ അവസാന പീരീഡിൽ, അപ്പൊ ഞാൻ അത് ടെക്നിക്കൽ പരമായിട്ട് എനിക്കത് അറിയാം, അത് ഞാൻ ചെയ്യും. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ പോയേ പറ്റത്തുള്ളൂ, വേറെ ആളില്ല, ഡ്രൈവർ ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ എല്ലാം സീറ്റും ക്രമീകരണങ്ങൾ ഇട്ട് വണ്ടിയിൽ കയറി സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ അങ്ങോട്ട് സ്പീഡിൽ പോവാ. അപ്പോൾ ഇങ്ങനെ പോയ വഴിക്ക് വേറൊരു വണ്ടി വേറെ കുറുക വന്നിട്ട് കയറി. ഈ ശ്രീലങ്കക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചില്ല, ഇടിച്ച് തവിട് പൊടിയാകുകയാണ്. ഈ വണ്ടി വലിച്ചു മാറ്റി ഒരു വലിയ തിട്ടയുടെ മണ്ടയിലേക്ക് ചെന്ന് മറിയാൻ തുടങ്ങുന്ന ഭാഗത്തിൽ അവിടെ ചെന്ന് ആരോ പിടിച്ചു നിർത്തുന്നത് പോലെ ഈ വണ്ടി പിടിച്ചു നിർത്തും. എനിക്ക് അപ്പോഴത്തേക്ക് എന്റെ ശ്വാസം പോയി. ഈ ആക്സിഡന്റ് ഞാൻ നേരിട്ട് കാണുകയാണ്. ആകെ ഒരു വെപ്രാളം. അന്നേരത്തെ അനുഭവങ്ങൾ, അലറി വിളിച്ച് വണ്ടിയിൽ കിടന്നു. ഏതായാലും ദൈവത്തിന്റെ കുറവെ വണ്ടിയിൽ ഇടിച്ചില്ല. വണ്ടി ആ തിട്ടയിൽ പോയി നിന്ന്, തിട്ടയെന്ന് മറിഞ്ഞ് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഒന്നും കാണത്തില്ല. ആ ഇടിയോടുകൂടി അവസാനത്തെ നിമിഷം വരെയും നമ്മുടെ ജീവിതത്തിൽ 3 ആക്സിഡന്റാ ഉണ്ടായത്. വണ്ടിയിലാണല്ലോ എപ്പോഴും എമർജൻസിയാണ്. അതുകൊണ്ട് എനിക്ക് അന്നേരം മനസ്സിലായി, ഇത് കർത്താവിന്റെ പരിപാടിയാ. എന്നോട് പറഞ്ഞ ആലോചനയുണ്ട്. ബീവറീസാർ എന്നെ മഴക്കാലം പഠിപ്പിച്ച ബീവറീസാർ പറഞ്ഞു, 5 വർഷമേ ഉള്ളൂ കർത്തദാസനെ തിരിച്ചു വരണമേ, അല്ലെങ്കിൽ ചില കഷ്ടനഷ്ടങ്ങളും വേദനകളും വരും. അപ്പൊ കർത്താവ് ഒരു നോട്ടീസ് എന്ന പോലെ ആ സമയത്ത് നമ്മളെ, അതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്ത്. അവസാന നിമിഷവും എനിക്ക് അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ഞാൻ കർത്താവിനെ പ്രസംഗിക്കുന്നിടത്ത് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വീടുകൾ കയറി ട്രാക്ട് കൊടുത്തിട്ട് പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യും. പേഴ്സണൽ അല്ല, ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുന്നവർ വീടുകളിൽ ചെന്ന് ഈ യേശുവിനെ അവർ കണ്ണുനീരോടെ കൊടുക്കുമ്പോൾ അവർ പറയുന്നു, ദൈവദാസനെ അന്ന് സംസാരിച്ച വാക്കുകൾ എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യാം? ഒന്ന് പ്രസംഗിക്കുന്നതോ ഒരു സാക്ഷ്യം പറയുന്നത്, ഏത് രീതിയിലും കർത്താവിനെ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഞാൻ എന്നും പറയും, കർത്താവ് ഇന്ന് പറയാൻ ഒരു വ്യക്തിയത്തിന്, അന്ന് ഞാൻ കർത്താവ് ഈ അവസ്ഥ വന്നു കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം, ആയുസ്സും ആരോഗ്യം സൗഖ്യം തന്ന കർത്താവെ, ഒരു ദിവസം ഒരു വ്യക്തിയോട് ഞാൻ സുവിശേഷം പറയാം. എന്റെ കവനന്റ് അതായിരുന്നു, എന്റെ ഉടമ്പടി ദൈവത്തോട്. പ്രിയപ്പെട്ട ദൈവമക്കൾ ശ്രദ്ധിക്കണമേ, നമ്മൾ കർത്താവിന്റെ കാര്യത്തിൽ ചോദിച്ചാലുണ്ടല്ലോ, നീ ആത്മാക്കളെ ചോദിച്ചാലുണ്ടല്ലോ, ദൈവം ലജ്ജിപ്പിക്കത്തില്ല. നിന്റെ മുമ്പിൽ കൊണ്ടുവരും, നിന്റെ മുമ്പിൽ വ്യക്തികളെ കൊണ്ടുവരും. ഈ കർത്താവിന്റെ ഫേവർ എത്രയോ വലുതാ. യേശുവിനെ അറിയാത്തവർ എത്രയോ പേരുണ്ട്. എൻ്റെ ചുറ്റുപാടുകൾ കിടക്കുന്നവർക്കെല്ലാം ഞാൻ പോയി അവരോട്, യേശുവിനെ നിങ്ങൾ അറിയണം. ഞാൻ നിന്നത് 80 കുടുംബങ്ങളുള്ള ഒരു മർത്തോമ ഭവന. ദൈവം ഇവിടുന്ന് എന്നെ മാറ്റി പാർപ്പിക്കുന്നില്ല. ഈ വീടുകളിൽ ചെന്നിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനത്തെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കും ഞാൻ അവർക്ക്. ഇതെങ്ങനെ അച്ഛൻ ഇത്ര ജ്ഞാനം ദൈവം നൽകിയെന്ന് പറഞ്ഞാൽ, വചനം കർത്താവ് മൊത്തം ഹൃദയത്തിൽ ഇന്നടത്തിന്റെ വാക്യമുണ്ട്.
ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ, ആ വ്യക്തിയോട് പറയേണ്ട ആത്മാവിൽ എഴുതപ്പെട്ട വചനം എന്റെ ഹൃദയത്തിൽ ദൈവം തരും. അത് പറയുമ്പോൾ ഇതെങ്ങനെയാ നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഞാൻ പറഞ്ഞു, കർത്താവ് വെളിപ്പാട് തരും. പൗലോസും അങ്ങനെ വെളിപ്പാടിൽ യാത്ര ചെയ്തു. ഈ കാലയളവിൽ നമ്മുടെ ദൈവ കുഞ്ഞുങ്ങൾക്ക്, ദൈവമക്കൾ ഒരു വെളിപ്പാട് കിട്ടിയെങ്കിൽ ഈ ക്രിസ്തുവിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആമീൻ. നമ്മുടെ നാവ് എന്ന് വരെ ചലിക്കുന്നുണ്ടോ അന്ന് വരെ യേശുവിനെ പ്രസംഗിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഇന്നും എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഏതായാലും കർത്താവിന്റെ കൃപയാൽ ഞാൻ ഇതൊരു രാജ്യത്തോട്, ദേശത്തോട് അറിയിക്കേണ്ട ഒരു സന്ദേശമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയാ കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസമെങ്കിലും ഒരു വ്യക്തിയോട് സുവിശേഷം പറയണമെന്നുള്ള വലിയ ആഗ്രഹമുള്ളത് കൊണ്ട്, ആഗ്രഹിക്കുന്നത് കൊണ്ട് കർത്താവ് അനേക ഭവനങ്ങളെയും വ്യക്തികളെയും ഒക്കെ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഞാൻ ഈ ഇന്റർനെറ്റിലാണല്ലോ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അനേകർക്ക് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ ഓരോ സഭകളിൽ കൗൺസിലിങ്ങിനായി വിളിക്കും. അനേക കുഞ്ഞുങ്ങൾ ഇതിനെ അടിമനുഖത്തിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസ കുടുംബങ്ങളും മറ്റുള്ളവർക്കും ഇത് ഭയങ്കര കെണിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സഭാപ്രസംഗിൽ പറയുന്നത്, ആമീൻ, മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ, വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും പെട്ടെന്ന് വരുന്ന ദുഷ്കാലത്തും മനുഷ്യൻ കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഇത് ഈവിൾ നെറ്റാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇത് വളരെ നന്നായി ഉപയോഗിച്ചാൽ ഇത് നമുക്കൊരു ദോഷവും വരത്തില്ല. എന്നാൽ അനേക തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് മാന്യമായി ഉപയോഗിച്ചാൽ നമുക്കൊരു കേട് സംഭവിക്കത്തില്ല എന്ന് ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൗൺസിലിങ്ങിനും മറ്റു രീതിയിൽ ചെല്ലുമ്പോൾ ആമീൻ, അവരെ സത്യത്തിൽ നിന്ന് വിട്ടൊഴിയുന്നു. യേശുവുമായി യാതൊരു ബന്ധമില്ല. അവർ വചനം ധ്യാനിക്കത്തില്ല. സഭാഹാളിൽ വന്ന് അവർ വേണ്ടതുപോലെ കർത്താവിനെ ആത്മനിറവിൽ ആരാധിക്കത്തില്ല, അന്യഭാഷയിൽ ആരാധിക്കത്തില്ല. അങ്ങനെയുള്ള ക്രൈസിസുകളിൽ കൂടെ പോകുമ്പോൾ നമുക്കിത് മനസ്സിലാക്കി അവരെ പഠിപ്പിക്കേണ്ടതും ഒരു അത്യാവശ്യ ഘടകമായിരിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന ആരും ഇതിന്റെ അടിമനുഖത്തിലേക്ക് പോകാതിരിക്കാൻ ആമീൻ. ഈ ചെറിയ സന്ദേശം അനേക പ്രിയപ്പെട്ടവർക്ക്, യൗവനക്കാർക്ക്, കർത്തൃദാസന്മാർക്കൊക്കെ ഒരു ബ്ലെസ്സിങ് ആകട്ടെ. നമ്മൾ മാന്യമായി ഇത് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. 73-ാം സങ്കീർത്തനത്തിലും 9-ാം വാക്യത്തിലുമുണ്ട്, അവൻ വായെ വിസ്താരത്തിൽ തുറക്കുന്നു. ഹല്ലേലൂയ. ആമീൻ. ഇത് അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഈ ദുർശക്തികൾ പ്രബലപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് തന്റെ കുഞ്ഞുങ്ങളെ അവിടെ ഇവിടങ്ങളിൽ കർത്താവിന്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും മുദ്ര ചെയ്ത് സൂക്ഷിക്കട്ടെ എന്ന് ആരും നഷ്ടപ്പെട്ടു പോകരുതേ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ വയലിൽ അധ്വാനിപ്പാൻ ദൈവം എനിക്ക് നൽകിയ പ്രേരണയ്ക്കായി സ്തോത്രം. അനേകരെ ബന്ധനത്തിലിരിക്കുന്നവരുണ്ട്, ശാപക്കെണിയിൽ കിടക്കുന്നവരുണ്ട്. അവരോട് പോയി ഈ കാലയളവിൽ ആത്മാർത്ഥമായി സുവിശേഷം പറയുന്നവർ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ഡിവൈസിൽ കൂടി പറയുകയാണ്. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ദൗത്യം, ആമീൻ, ഉത്തരവാദിത്തങ്ങൾ വലുതായി ആകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കർത്തൃദാസി ഇതിനുവേണ്ടി വളരെ ടൈം കളഞ്ഞ് ആമീൻ അനേകരെ, എന്തിനാ ഇതിന്റെ ലക്ഷ്യം? ആമീൻ, അനേക തലമുറകൾ നഷ്ടപ്പെടുന്ന കാലയളവിൽ ഇത് ഒരാളുടെ ചിന്തയിലേക്ക് കയറുമ്പോൾ, ഇതല്ലെങ്കിൽ യൂട്യൂബിൽ വരുമ്പോൾ അവര് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ സന്ദേശം കിട്ടുമ്പോൾ അവരത് സ്കിപ്പ് ചെയ്യാതെ ഇത് കണ്ട് മനസ്സിലാക്കി നല്ലൊരു ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കൂടുതലായി എനിക്ക് പ്രത്യേകമായ സാക്ഷ്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. ഹല്ലേലൂയ. ജീവിതാനുഭവങ്ങളിൽ ഇനിയും പ്രിയപ്പെട്ടവർ കേൾക്കണമേ. ആമീൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ആവശ്യങ്ങൾ നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട്. ഇത് എല്ലാവർക്കും ഒരു പ്രയോജനമായിക്കൊള്ളട്ടെ. സാമ്പത്തികമില്ലാതെ ഈ കാലയളവിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആമീന് സദൃശ്യവാക്യം 8:17 പറയുന്നു, ആമീൻ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു. ഞാനൊരു കാര്യം പ്രിയപ്പെട്ട, നമ്മുടെ കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ഫ്ലാറ്റുമായി തരട്ടെ. എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുക, എന്നെ കണ്ടെത്തും. നോക്കിയേ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇത് കേൾക്കുന്ന ഏവരും ഒത്തിരി കർത്താവിനെ സ്നേഹിക്കുന്ന അത് അങ്ങനെ സ്നേഹിക്കുക, അത് ആഗ്രഹിച്ചാൽ മതി. ആ സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെടും. അപ്പൊ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിച്ച് എന്നെ കണ്ടെത്തും. എന്നിട്ട് കർത്താവ്, എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. അപ്പം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിന്റെ പക്കൽ എല്ലാം ഉണ്ടെന്ന് ദൈവകുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. എന്റെ മകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സുവിശേഷൻ എന്ന നിലയിൽ ആമീൻ കർത്താവിന്റെ കരം അത്ഭുതം ചെയ്തു എന്ന് എനിക്ക് ഈ ഡിവൈസിൽ കൂടി പറയാൻ. ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന
നല്ലപോലെ സമ്പാദിച്ച ആളാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞിന്റെ വിവാഹം നടക്കുക എങ്ങനെ ഞാൻ ചിന്തിച്ചു. കർത്താവ് എന്നോട് ഒരു ദൈവദാസന് കർത്താവിന്റെ ദാസനെ തന്റെ കുഞ്ഞിന്റെ വിവാഹം ഏറ്റവും മാന്യമായ രീതിയിൽ ഞാൻ കർത്താവ് ചെയ്തു. ആ വിശ്വാസത്തിന്റെ വാക്ക് പിടിച്ച് ഞാൻ വളരെ കർത്താവ് ശ്രേഷ്ഠകരമായ രീതിയിൽ അതൊക്കെ ചെയ്തു. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഈ ദിവസങ്ങളിൽ ഐ ലവ് യു ജീസസ് യേശുവുമായിട്ടൊരു വലിയ എൻകൗണ്ടറിലേക്ക് വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ 8:17 തന്നെ ഒരു വാക്യം കിടപ്പുണ്ട്. ആമീൻ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. ആമീൻ. ആമീൻ. എന്റെ പക്കൽ എന്തുകൊണ്ടെന്ന് അറിയാമോ? ഞാൻ വസ്തു വകകളെ ഔദാര്യമായി കൊടുക്കും. നോക്കി, യേശു കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിച്ചാൽ അവനെ ഈ ജീവിതത്തിൽ ദൈവം അനുവദിച്ച സകല നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കും. നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തനാകുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം നീ കൂടാരത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. എന്താ കാരണമെന്നറിയാമോ? 3 ദൂതന്മാർ അവിടെ കടന്നു വന്നപ്പോൾ 3 പുരുഷന്മാർ അവിടെ കടന്നു വന്നപ്പോൾ അബ്രഹാം ചെയ്തത് നിലം വരെ കുനിഞ്ഞ് അവരെ എതിരേറ്റു. നോക്കിയേ, അങ്ങനെ ഒരു കർത്താവിന്റെ സ്വഭാവം. എന്തുകൊണ്ടാണ് അവൻ സ്നേഹിച്ചു? ഒരു വാഗ്ദത്തം നിറവേറാൻ വേണ്ടിയാ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ചെല്ലുവാൻ ഇടയായി തീർന്നത്. നോക്കി, എത്ര മാന്യമായ രീതിയിൽ അവരെ സൽക്കരിച്ചു. അപ്പൊ പറഞ്ഞു, 1 ആണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വാഗ്ദത്ത സന്തതി ഉറപ്പായിട്ട് തരുമെന്ന്. ദൈവം പറഞ്ഞ വാക്ക് മാറത്തില്ല. ദൈവം പറഞ്ഞ വാക്ക് മാറത്തില്ല. അവിശ്വാസമല്ല, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തോട് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, സ്തോത്രം, നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ കാറ്റടിച്ചുലയുന്ന കടലത്തിലേക്ക് ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാ ദൈവത്തിന്റെ മഹത്വം, ഗ്ലോറി അവിടേക്ക് ഇറങ്ങിയത്. ഓക്കെ, ഐ ലവ് യു ജീസസ്. കർത്താവ് അവസാനം പറഞ്ഞ വാക്കുകൾ സദസ്യവാക്യം 8:17 എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിച്ച് എന്നെ കണ്ടെത്തും, എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട് എന്ന് ഞാൻ ഈ ഡിവൈസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനം നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലങ്ങളിൽ കർത്താവിനെ ഈ ദിവസങ്ങൾ ഒത്തിരി ആത്മാവിൽ സ്നേഹിക്കത്തക്കവണ്ണം കർത്താവിനെ ശരിക്കൊന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൽ സ്നേഹിപ്പാൻ വേണ്ടി എല്ലാ ചിന്തകളും വിട്ട് ലോകത്തിന്റെ ഇച്ഛകളിലും മോഹങ്ങളും കുടുങ്ങാതെ കർത്താവുമായിട്ടൊരു വലിയ ആ അനുഭവത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കലവറ നിലക്കും. നമ്മുടെ കരം കൊണ്ട് അനേകർക്ക് നന്മ കൊടുക്കാൻ നമ്മുടെ കരങ്ങളിൽ ദൈവം തരും. അതുകൊണ്ട് ആരും വ്യാകുലപ്പെടേണ്ട. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ഇത്രത്തോളം ഈ മീഡിയയിൽ ജോയ്സ് TV കടന്നു വന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചെറിയ സന്ദേശം, എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ അല്പമായി പറയുവാൻ ദൈവം ഇന്ന് അനുവദിച്ചതോർ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്തുദാസിക്കായി ഞാൻ കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രവർത്തകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ സന്ദേശം കേട്ടവർക്ക് കർത്താവുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ടാകുവാൻ, ഒന്നുകൂടെ റിന്യൂവൽ എല്ലാ ഭാഗങ്ങളിലും ഒന്നുകൂടെ പുതുക്കുന്ന അനുഭവത്തിലേക്ക് വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഈ സെക്ഷനെ ഞാൻ ഇവിടെ ഉപസംഹരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായിരിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ഈ ഡിവൈസിൽ കൂടി കർത്താവെ ഈ ജോയ്സ് TV കൂടെ ഇങ്ങനെ കർത്താവിന്റെ വലിയ നാമം ഘോഷിപ്പാൻ എളിവനെ ചെറിയൊരു ഉപകരണമാക്കി എളിവന്റെ അനുഭവങ്ങൾ ജീവിത യാത്രയില് അനുഭവങ്ങള് ആക്സിഡന്റുകൾ കടന്നു വന്നുവെങ്കിൽ കർത്താവ് വീഴാതെ സൂക്ഷിച്ചു. അതിലുപരിയായി കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇത് കേൾക്കപ്പെട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. അവരുടെ അതിരുകളെ ദൈവം വിശാലമാക്കണമേ. കർത്താവിന്റെ നാമം ചൊല്ലി എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഈ എളിവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഡിവൈസിനെയും കർത്താവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കും. കർത്താവിന്റെ ദാസിയെയും കർത്താവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ പാസ്റ്റർ, താങ്ക്സ് ഉണ്ട്. കർത്താവ് സഹായിക്കട്ടെ ദേവദാസിനെ.